നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 17 വ്യാഴാഴ്ച, കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രം ഇന്ന് പിറന്നാളായിട്ട് വരുന്നവർക്ക്, പ്രത്യേകിച്ച് വ്യാഴാഴ്ച പിറന്നാൾ വന്നതുകൊണ്ട് അത് ഭാഗ്യം നൽകുമെന്നാണ് പറയുന്നത്. ബൃഹസ്പതിയാണ് നാഥൻ. അപ്പോൾ വ്യാഴാഴ്ച നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴന് പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ നല്ലതാണ്. ഈ നക്ഷത്രക്കാർക്ക് മാത്രമല്ല, ഏതു നക്ഷത്രക്കാർക്കും ഈ ദിവസം നടത്തുന്നതുകൊണ്ട് ഭാഗ്യം വർദ്ധിക്കും. കാർത്തിക നക്ഷത്രത്തിന് ഈ വരുന്ന ഒരു വർഷം നന്നായിരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ചും ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയൊരു വരുമാന മാർഗമെങ്കിലും ഈ വർഷം ഉണ്ടാകും എന്നുള്ളതിലും സംശയം വേണ്ട. രാശിഫലം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. സാമ്പത്തിക നേട്ടങ്ങൾ കാണുന്നുണ്ട്, എന്നാൽ അധിക പണച്ചെലവും കാണുന്നു. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം. ദൈവാധീനം അല്പം കുറവായതുകൊണ്ട് പരീക്ഷാ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ദൈവാധീനമുള്ള ഒരു ദിവസമാണ്. കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകാൻ ഭാഗ്യമുള്ളൊരു ദിവസവുമാണ്. ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് ലാഭം വന്നു ചേരുവാനുള്ള ഭാഗ്യവുമുണ്ട്. മിഥുനം രാശി. മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. ഏഴിൽ ശനി സഞ്ചരിക്കുന്നതുകൊണ്ട് പൊതുവെ കാര്യങ്ങളിൽ തടസ്സം വരുന്ന ഒരു ദിവസമാണ്. പക്ഷെ വിഷമിക്കാനൊന്നും തന്നെയില്ല. ദിവസം മുന്നോട്ട് പോകുന്തോറും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അധിക പണച്ചെലവ് വരാം എന്നുള്ളതുകൊണ്ട് അല്പം പണം കരുതി വയ്ക്കുക. കർക്കിടകം രാശി. പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ്. പുതിയ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് വിജയിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. TV, സിനിമാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മെഡിക്കൽ പ്രൊഫഷനിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണെന്നറിയാം. ലാഭവും പ്രതീക്ഷിക്കാം. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽഭാഗം. ആരോഗ്യപരമായിട്ടോ മാനസികമായിട്ടോ അല്പം ടെൻഷനോ പ്രയാസമോ വരാവുന്ന ഒരു ദിവസമാണെങ്കിലും പൊതുവെ സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങളെങ്കിലും ഇന്ന് പ്രതീക്ഷിക്കാം. കന്നിരാശി. ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. കുടുംബത്തിൽ പാർട്ടിഷനൊക്കെ നടക്കുവാനോ പ്രതീക്ഷിക്കാത്ത സമയത്ത് പണം വന്നു ചേരുവാനോ ഉള്ള ഭാഗ്യമുണ്ട്. കോസ്റ്റ്ലി പ്രസൻസ് ഒക്കെ ലഭിക്കുവാനും ഹൈ കോൺടാക്ട്സുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ വന്നു ചേരുവാനുമുള്ള ഭാഗ്യമെന്ന് കാണുന്നു. തുലാം രാശി. ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. സാമ്പത്തികമായി അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ്. ബിസിനസ് പ്രോജക്ട്സിലൊക്കെ വിജയിക്കുവാനും ഇന്ന് ഭാഗ്യമുണ്ട്. വിവാഹ കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ് എന്ന് പ്രത്യേകിച്ചറിയാം. വൃശ്ചികം രാശി. വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. പ്രതീക്ഷിക്കാത്ത സമയത്ത് പണച്ചെലവ് വന്നാലും അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ്. പണം വന്നു ചേരുവാനും ചെറിയൊരു ജോലിയെങ്കിലും ലഭിക്കുവാനുമുള്ള ഭാഗ്യമെന്ന് പ്രത്യേകിച്ച് കാണുന്നു എന്നുള്ള കാര്യം അറിയാം. വിദ്യാർത്ഥികൾ വിനോദം കുറച്ച് പഠന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. ശരീരത്തിന് അല്പം ക്ഷീണവും വൈകാരികമായ ചെറിയ പ്രയാസങ്ങളും ഇന്ന് വരാമെങ്കിൽ തന്നെയും സാമ്പത്തികമായ നേട്ടങ്ങളാണ് കാണുന്നത്. പണം വന്നു ചേരുവാനും ചെറിയൊരു ജോലിയെങ്കിലും ലഭിക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ നിന്ന് ഉയർച്ച വരാനുള്ള ഒരു ഭാഗ്യവും കാണുന്നുണ്ട്. മകരം രാശി. ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് പ്രായമായവർ അഡ്വഞ്ചറസ് ട്രിപ്സൊക്കെ കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കുംഭം രാശി. അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ കാണുന്നു. എന്നാലും പൊതുവെ ബിസിനസ് രംഗത്ത് ഒരു സ്റ്റാഗ്നേഷൻ, ഒരു കാര്യവും മുന്നോട്ട് നീങ്ങാത്ത ഒരു പ്രതീതി ഉണ്ടാകാമെങ്കിൽ തന്നെയും ദിവസം മുന്നോട്ട് പോകുന്തോറും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് കാണുന്നത്. മീനം രാശി. പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. ദൂരയാത്ര, അലച്ചൽ, ചെറിയ പ്രയാസങ്ങൾ, അധിക പണച്ചെലവ് ഇവയ്ക്കുള്ള സാധ്യത ഇന്നുണ്ട്. എന്നാലും ലോൺ, ക്രെഡിറ്റ് സൗകര്യങ്ങൾ വന്നു ചേരുവാനുള്ള ഒരു ഭാഗ്യവും വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ദിവസവുമായി ഇന്ന് കാണുന്നു.